എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാതെ മാറി നിന്നപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിടുത്തം കിട്ടുന്നില്ല. എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുറച്ചധികം അവിഹിത കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷിയാസ് കരീമിന്റെ ആ ഒരു കേസ്, പിന്നീട് സജിന ഫിറോസിന്റെ ആ ഒരു സംഭവം, പിന്നീടെന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ കാര്യം ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുന്ന ഒരു അവിഹിത സ്റ്റോറിയാണല്ലോ. അതിന് ഒരിക്കലും ഒരു തരത്തിലുള്ള കുറവും വരില്ല. അതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും വിവാദങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ രേണുസുധി അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, സ്ഥിരമായിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഷാജിയെയും അതുപോലെ തന്നെ ഫാത്തിയെയും ഉൾപ്പെടുത്തി ഷെരീഫിന്റെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷാജിയും ഷെരീഫും ചേർന്നുള്ള ചാറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നെജിലയും ഷാനും മറ്റൊരു യുവതിയുമായിട്ടുള്ള കുറച്ച് ചാറ്റുകൾ സംഭവങ്ങളൊക്കെ പുറത്തു വിടുന്നു. അങ്ങനെ ആകെ മൊത്തം പറയുകയാണെങ്കിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇത്തരത്തിലുള്ള അവിഹിത കഥകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരറ്റത്തുനിന്നേ പൊളിച്ചടുക്കി വരാം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നെജില ഷാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നെജില ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മൾ കാണുന്നു നെജിലയുടെ ചാനലിൽ വന്നിട്ട് ഓരോരോ പരിഭവങ്ങളും പരാതികളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നെജില ഗർഭിണിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാലാമത്തെ ഭർത്താവിന്റെ നാലാമത്തെ കുഞ്ഞിനെ ഇപ്പോൾ വയറ്റിൽ ചുമന്ന് നടക്കുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ആകെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ആ ഒരു പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഉമ്മയെയും ഉപ്പയെയും വീട്ടുകാരെയും കുടുംബക്കാരെയും മുഴുവനും എതിർത്തുകൊണ്ട് ഈ പറയുന്ന ഷാനിനെ സ്വന്തമാക്കിയിട്ടും അയാളുടെ കയ്യിലെ തല്ലും വായിലിരിക്കുന്ന തെറിയൊക്കെ കേട്ട് ഈ പറയുന്ന നെജിലയും 3 പിഞ്ചു കുഞ്ഞുങ്ങളും വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനുമായിട്ട് അടിച്ചു പിരിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നെജില തന്നെ പല വീഡിയോകളായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നെജില വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നെജിലയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഷാൻ കൊടുങ്ങല്ലൂർ വെച്ച് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു എന്നും ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അവർ തമ്മിലുള്ള ഒരു ചാറ്റൊക്കെ പുള്ളിക്കാരത്തി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ചാറ്റ് കേട്ടിട്ട് വരാം. പറയണ്ട പൊന്നോട് പാവം. നീ നിന്റെ മോളല്ലേ, പിന്നെ പറയാം. അപ്പൊ 2020 അടി 2020 ഏത് മാസമുള്ള 6 വയസ്സായ മുതലാത്. അവിടെ ഞാൻ പറഞ്ഞേ, അവള് ഭയങ്കര ചാടം കയറിയപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ ഈ ബൈക്കും നിന്റെ കാറും കൂടെ എന്റെ വീട്ടിൽ കൊണ്ടിടും, എന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിന്റെ അങ്ങനെയല്ല, നിന്റെ കൊച്ചിലൂടെ ഞാൻ പറഞ്ഞു, എനിക്ക് കൊച്ചിനെയും വേണ്ട നിന്നെയും വേണ്ട, നീ വലിയ മുണപ്പ് കാണിക്കേണ്ട, പോണടിയെന്ന് പറഞ്ഞു. അതായത് തരുന്നോളം നിന്റെ എല്ലാ പ്രശ്നവും തീരുമല്ലേ. അവള് 2020 നവംബർ 5-ാം തീയതി എൻ്റെ അടുത്തേക്ക് പോണെന്ന് പറയണം. എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് എന്നെ കാണാൻ പോണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോവാ. ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല, അവളെ ഡയറക്റ്റ് പോയി കാണാൻ പോവാന്ന്. ഇപ്പൊ അതാണ് സംസാരിച്ചോണ്ടിരുന്നത്. ഭയങ്കര ബഹളായി. അവൾ അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു, നീ ആരെ കൂടെ പോടി അവരാജിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പൊന്നൂസിനെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ വണ്ടി എന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് വണ്ടി തരും, നിന്റെ പേരിലുള്ള വണ്ടി തരും, എൻ്റെ പേരിലുള്ള വണ്ടി തരും, എനിക്ക് 6 മാസം നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഇവിടെ സംസാരമൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. മിക്കവാറും ഇപ്പൊ സ്റ്റേഷനിൽ പോകുള്ളൂ. മിക്കവാറും ഇപ്പൊ കേസ് കൊടുക്കും സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് അങ്ങോട്ട് വരണം. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ, വേറെ നിവർത്തിയില്ല കേട്ടാ. ഞാൻ വൈകിട്ട് വിളിക്കാം, എന്താണെന്ന് നോക്കട്ടെ. കേസ് കൊടുത്ത് പോലീസ് വിളിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ രാത്രി ഇവിടെ നിന്ന് കയറണം. നാളെ വണ്ടിയും കൊടുക്കൂല, ഒരു മൈരും കൊടുക്കൂല, അത് വേറെ. അങ്ങനെ ഒളിച്ചോടിയിട്ട് എന്താ കാര്യം? പോലീസ് സ്റ്റേഷനിലുള്ള കാര്യം പറയണം. വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചത്, ഒരു പ്രഗ്നന്റും ആണ്. അവൾ ഇന്ന പോലെയാണ് അവരുടെ സ്വഭാവം. അവൾ ഒന്നാന്തരം സൈക്കോയാണെന്ന് പറയാം. എനിക്ക് താങ്ങാൻ പറ്റൂല, നിങ്ങൾ തുറന്ന് പറയണം. എന്നോട് പേടിച്ചോടല്ലേ ചെയ്യേണ്ടത്. എൻ്റെ പേര് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് പോണേന്ന് പറഞ്ഞു. പോലീസിൽ പോവും, യുദ്ധം കേസ് കൊടുക്കൂന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ വിളിച്ചൊന്നുമില്ല. എനിക്കാരും സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടാവും. പൊന്നാ നീ എവിടെ? നീ ഒന്നും കാണുന്നില്ല, എന്ത് പറ്റിടി? പൊന്നാ നീ എവിടെ? നീ ഇന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ത്? നിനക്ക് ഇന്നലെ വല്ല പരിപാടി ഉണ്ടായിരുന്നു നിനക്ക്? ഇപ്പൊ നീ എന്താണ് നിന്റെ പരിപാടി? പറഞ്ഞ കേക്കട്ടെ.
വേണ്ടടി എനിക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് തുറന്നു പറയണം. എവിടെയടി നീ? എന്താണ് നിന്റെ ഉദ്ദേശം? ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഒരു കോള് പോലും വന്നില്ല നിന്റെ. ആരുടെ ആയിരുന്നു? അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു വോയിസ് ചാറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്ത മോശമായി പോയി എന്നേ പറയാനുള്ളൂ. പക്ഷെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഷാന് അത്ര വെടുപ്പല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ സ്വന്തം ഉമ്മയും ഉപ്പയും ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എതിർത്തത്. എന്നിട്ടും മനസ്സിലാക്കാതെ അയാളെ വിവാഹം കഴിച്ചത് ഈ ഒരു സ്ത്രീക്ക് പറ്റിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനി മറ്റുള്ളവരെ ആരെയും പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നെജിലെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് വരാം. ഞാൻ പറഞ്ഞ് ഒരു കാര്യത്തിന് ഇറങ്ങി ഞാൻ 2 മാസത്തിന് മുമ്പ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. വർക്കല മിഷ്യനിൽ ന്യൂമോണിയ ആയിട്ട്. അപ്പോൾ ഞാനൊരു മാല പണയം വെച്ചിട്ടാണ് ഡിസ്ചാർജ് ആയി ഇറങ്ങിയത് 20,000 രൂപയ്ക്ക്. അപ്പോൾ ഷാൻ ഇത് അറിയാതെ ഷാൻ്റെ പേർക്കാണ് വെച്ചത്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലടിച്ച് ഇറങ്ങണമല്ലോ. അപ്പോൾ ഒരു നെക്ലസ് ഉണ്ടായിരുന്നല്ല, നിങ്ങൾ 2-3 പേര് വെച്ചിട്ട് ഇത് മഹറാണെന്ന്. ആ നെക്ലസ് 20,000 രൂപയ്ക്ക് പണയം വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഷാന് ഞാൻ അറിയാതെ ഈ സ്വർണം കൂട്ടിയെടുത്ത് 26,000 രൂപയ്ക്ക് കൂട്ടിയെടുത്ത് ഇത് ആകെ പ്രശ്നമായി. ഇന്ന് അഹല്യെ വിളിച്ചപ്പോൾ ഓണർ വന്നാലേ സ്വർണ്ണം തരൂ, അങ്ങനെ തരുള്ളൂ, ഞാൻ കുറച്ച് പൈസ അതിൽ നിന്ന് കൂട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് നോക്കി നമുക്ക് ചിലവില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഷാനെ വിളിച്ചു. ഷാൻ ഫോൺ എടുത്തു, അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഷാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഷാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, വന്നു. ഇവിടെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് എന്താണ് നല്ല രീതിയിൽ വിളിച്ചാലേ വരുള്ളൂ, അല്ലാതെ വൈലൻ്റ് ആവും. ഇന്നലെ വണ്ടിയുടെ വൈലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ ഞാൻ കൊടുത്ത് എന്തോ ആവട്ടെ കൊണ്ടുപോക്കോട്ടെ 2 വണ്ടിയും. അപ്പോൾ എനിക്ക് സ്വർണ്ണം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അത് നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്, മോൾക്കുള്ളതാണ് അതൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യമുണ്ട്, ഇന്ന് എൻ്റെ കമ്മൽ ഊരിയിട്ട് കൊടുത്തിട്ട് ഞാൻ അത് എടുത്തു. അതിൻ്റെ എടുക്കാനുള്ള വിശദീകരണമാണ്, എടുത്തത് എങ്ങനെയെന്നുള്ള വിശദീകരണമാണ് പറയുന്നത്. അങ്ങനെ ഷാൻ വന്നു. ഷാൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഉപ്പാൻ്റെ സമക്ഷത്തിൽ തന്നെ മൊബൈൽ എടുത്തു. ഷാൻ സിറ്റ് ഔട്ട് ഇരുന്നു, ഉപ്പ അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഷാന് നെജിലായ വേണം. വാപ്പ പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സ്വർണ്ണം എത്ര രൂപയ്ക്ക് കൂട്ടി വെച്ചു? ഉപ്പ ചോദിച്ചു. ഞാൻ 5,000 കുറച്ചും കൂടെ എടുത്തു. ഉപ്പ എന്താവശ്യത്തിന്? അതെനിക്ക് ചിലവിന് വേണ്ടി. എന്ത് എടുത്തു? കുടിച്ചു തീർക്കാൻ വേണ്ടി, കറങ്ങാൻ വേണ്ടി, വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ അനിയനെന്ന് പറയുന്ന അവൻ ഇവനിക്ക് മദ്യപിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനിയനെ വിളിച്ചപ്പോൾ എനിക്ക് ചേട്ടൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കിളവിയെ വിളിച്ചപ്പോൾ എന്നെ വിളിക്കണേ അപരാധി. നമ്മൾ ചെന്ന് വിളിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ചെന്ന് വിളിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം ഒരു കാര്യം വിളിക്കും, നിൻ്റെ കയ്യിലല്ലേ എല്ലാം. അങ്ങനെ ഇവനെ നേക്കിന് വിളിച്ചു. ഞാൻ ഉപ്പയും ഇവിടെ നിന്ന് കല്ലമ്പലത്തിൽ പോയി. മൊബൈലപ്പം ഞാൻ വണ്ടി ഇരുന്ന് നോക്കിയപ്പോൾ ഞാൻ സരിത എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ കാര്യം, 10-38 വയസ്സ്, ആലുവയിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യുന്നൊരു പെണ്ണിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത്. ഇതൊക്കെ ഞാൻ പിന്നെയാണ് വിശദീകരിച്ച് അറിയുന്നത്. ഇവനെല്ലാം ചുമ്മാ അടിയെന്നാണ് പറഞ്ഞത്. ബസ്സിൽ കയറുന്ന ഒരു ആൾ മാത്രം ഒരു നവളെന്നാണ് പറഞ്ഞത്. അവിടെ സജനയായിട്ട് ഇസ്ലാം മതമായിട്ട് അവിടെ കൊണ്ടു നടന്നു. ഇവൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതമല്ല, സരിത എന്ന് പറയുന്ന ഒരിതാണ്. എന്നിട്ട് ഇവളുമായിട്ടുള്ള നമ്മളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഇവളെ ഇടപെടലുകൾ, ഇവൾ രഹസ്യമായി പൈസ അയച്ചു കൊടുപ്പ്, ഇവനെ മദ്യപിക്കാൻ, ഇവർ തമ്മിലുള്ള ചാറ്റിങ് കാര്യങ്ങൾ ഞാൻ പലതവണയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലതവണയും ഈ സരിതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇനി ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കോൺടാക്ട് ചെയ്യരുത്, ബ്ലോക്ക് ചെയ്തോളണം എന്ന് പലതവണയും പറഞ്ഞു. എപ്പോഴും ഈ പിണങ്ങി പോകുന്ന സമയങ്ങളിലും പുറത്തു പോയും ഇവളുമായിട്ട് കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവൻ്റെ ഫോണിൽ പൊന്നൂസ് എന്നാണ് സേവ് ചെയ്തേക്കുന്നത്. ഞാൻ റെക്കോർഡ് ആഡ് ചെയ്ത് കേട്ടുന്നുണ്ട്. നിങ്ങളത് കേട്ട് നോക്കണം. ഒരു സ്വന്തം ഭാര്യനെ കുറിച്ച് കാമുകിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും ഇനി വന്നിട്ട് ഞാൻ സരിതേനെ ഇവൻ്റെ ഫോണിൽ നിന്ന് നമ്പർ ഇവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ എടുത്തു. വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഷാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, നായിൻ്റെ മോനെ. ഞാൻ നിങ്ങളടുത്ത് റെക്കോർഡ് കേൾപ്പിച്ചുതരാം. ഈ ഒരു 5 ദിവസത്തിനകത്ത് അയച്ച മെസ്സേജുകളാണ് ഈ വീഡിയോയിൽ ഫസ്റ്റ് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ എന്നെ വേണം എന്ന് പറയാൻ എന്ത് ഇത്? അവൻ എന്നെ പുറത്തിറങ്ങിയാൽ ഞാൻ എറണാകുളത്ത് പോകണമെന്ന് പറയും, പുറത്തിറങ്ങിയാൽ എന്നെ കൊല്ലുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കാമുകി. അപ്പം ഇവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തവനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരുമ്പെട്ട് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അതായിരുന്നു ഷംസിൻ്റെ ജീവിതവും തീർത്തവന. അപ്പോൾ ഇവള് കുറേ പൈസ കൊടുക്കുന്നുണ്ട്. അവളെ വിളിക്കണം പൊന്നാ. അപ്പോൾ എന്നെയും വിളിക്കും. അതെ, ഞാൻ ഇവനെ എങ്ങനെ വിശ്വസിക്കും? അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൊണ്ട് എങ്ങനെ ജീവിക്കും? ഇന്നും അവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട്. അഹല്യയിൽ സ്വർണ്ണം എടുത്ത് തരൂല. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കാതി കിടക്കുന്ന കമ്മലതിന് പകരം ഊരിയിട്ട് മാല തിരിച്ചെടുത്തു. കാരണം എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോയാൽ വേറെ ആരുമില്ല. ഞാൻ എല്ലാവരിലും കൊടുത്ത സ്വർണ്ണങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം പോയി. ഇനി ആകെയുള്ള കച്ചിത്തുരുമ്പ് അതൊക്കെ മാത്രമേ ഉള്ളൂ. ആരുടെ കൊടുത്ത സ്വർണ്ണം എനിക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല, ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ കാറ് അവൻ്റെ പേർക്കാണ് എടുത്തിരിക്കുന്നത്. ബൈക്കിൽ എനിക്ക് വൈലേഷൻ തരുന്നുണ്ട്. ബൈക്കും കാറും ഒക്കെ നീ എന്തെന്ന് വെച്ച് ചെയ്തോ, ഞാനിനി അതിനൊന്നും യാതൊരു ബാധകമല്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, ഞാൻ നിന്നുമായിട്ട് ഇനി മുന്നോട്ട് ജീവിക്കുന്ന പ്രശ്നമില്ല. ഇന്നലെയും നീയും അവളും വിളിച്ച് സംസാരിച്ചു. ഞാൻ അവളടുത്ത് ചോദിച്ചപ്പം വിളിച്ചില്ല എന്ന് പറഞ്ഞു അവൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് നെജില പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തഞ്ചത്തിനൊക്കെ പുള്ളിക്കാരനെ വിളിപ്പിച്ചു, ഉപ്പയുമായിട്ട് സംസാരിച്ചു. ഈ പറയുന്ന ഷാനിനെ 2 സ്ത്രീകളുമായിട്ടും ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണെന്നൊക്കെയാണ് നെജില പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും നെജില പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരൻ കാറും വണ്ടിയൊക്കെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ കുറച്ച് സ്വർണ്ണമുണ്ട്, അത് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നെജില പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നെജില പറഞ്ഞത് ഓക്കെ, അതിന് നമ്മൾ ഒരു തരത്തിലും വിമർശിക്കുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം നെജില പറയുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കുന്നതാണ്, ഇതിൻ്റെ പാർട്ട് 2. അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ ഞാൻ എല്ലാം കുറച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാം പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്തായി പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.